ഓവനും ബീറ്ററും എസൻസും ഒന്നും ഇല്ലാതെ ഇതുപോലൊരു മാർബിൾ കേക്ക് റെഡിയാക്കിയാലോ. അതിനുവേണ്ടി മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം നല്ലതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഡ്രൈ ആയിട്ടുള്ള മിക്സി ജാറിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുക. കൂടെ 2 എഗ്ഗ് ആഡ് ചെയ്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓയിലും ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റി ഫ്ലോർ മിക്സും പാലും ഇടവിട്ട് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിനിറ്റിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു റെസിപ്പി ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ എല്ലാം ക്ലിയറായി മനസ്സിലാകും. അതൊന്ന് കണ്ടു നോക്കൂ. ഈ ഒരു ഈസി മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. ഇതിലൊട്ടും തന്നെ എസെൻസ് ചേർത്തിട്ടില്ലാത്തത് അറിയുന്നില്ല. ഒട്ടും മുട്ടൻ്റെ സ്മെല്ലോ ഒന്നുമില്ല. ഏലക്കായുടെ മൈൽഡായിട്ടുള്ള ഫ്ലേവർ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ആയതുകൊണ്ട് ഇത് പുറത്ത് സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു കേക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് മിക്സി ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.